3 പേരിവിടെ ഉണ്ട്. ഷാഫി ഇപ്പൊ സ്റ്റാൻഡിംഗ് MLA. അതൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല. 3 MLA-മാരോട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ തന്നെ അർത്ഥം അതെ. നിങ്ങളുടെ ചോദ്യത്തിന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. പോളിസിയാണ്. അതിൽ ഞങ്ങൾക്കൊന്നും ഷാഫിയെ കേരളത്തിന് പുറത്ത് മത്സരിപ്പിക്കേണ്ടതാണ്. അതിപ്പോ അത്യാവശ്യമായ സംഘടനാ ശാക്തീകരണം ഉണ്ടാകും. കൂടുതൽ ആളുകൾക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോകും. ആവശ്യം വരുന്ന സമയത്ത് ഇപ്പൊ അത്രയും കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതെ, വിപുലീകരിക്കും. അദ്ദേഹം പറഞ്ഞതിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇല്ല, ഒരു തർക്കവും UDF-ലെ കക്ഷികൾ തമ്മിൽ സീറ്റ് കാര്യത്തിൽ ഉണ്ടാവില്ല. അതിലേക്കൊന്നും കടന്നിട്ടില്ല. അതിന്റെ ചർച്ചകളിലേക്കൊന്നും വന്നിട്ടില്ല. UDF-ലല്ലേ ചർച്ച ചെയ്യണം. അവരും UDF ആണല്ലോ. ആ UDF സൗഹൃദ മനോഭാവം. അതിലും വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വേഗത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതെ, ആശങ്ക വേണ്ട, അത്രയും പെട്ടെന്നുണ്ടാവും. അതിന് ചർച്ച ഉണ്ടായിട്ടുണ്ട്. അതിന് നീണ്ടല്ല, ഈ മാസം 5 ഉള്ളൂ. അല്ല, അതിന് സ്ഥലം കണ്ടെത്തണം. ചെറിയ താമസ കാര്യത്തിൽ വന്നു. ഇപ്പൊ അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ്ട് ഫൈനലൈസിലേക്ക് പോവാണ്. അതിനൊന്നും ഇല്ലില്ല. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇലക്ഷന്റെ ഡേറ്റ് അല്ലാതെ, സമരങ്ങളുടെ ഡേറ്റ് അല്ലാതെ ഇതിനൊന്നും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. ഇതൊക്കെ ഇത്രയും വേഗം. ആരാ? ഞങ്ങളെല്ലാം പൈസ ഇല്ലാത്തവരാ. എന്നാ പോലും കടം മേടിച്ചിട്ടായാലും കൊടുത്തിട്ടുണ്ട്. തെറ്റായ പ്രചരണമാണ്. ഷാഫിന് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണ്ടല്ലോ. ഞങ്ങളെല്ലാം ഒരു സെക്കൻഡ് തമാശ വിട്ടിട്ട്, 2 പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിലും ഏറ്റവും ആദ്യം ഏത് ഗവൺമെന്റ് ആണെന്ന് നോക്കാതെ പൈസ കൊടുത്തത് ഞങ്ങളാണ്. ഏത് ഗവൺമെന്റ് ആണെന്ന് നോക്കാതെ. ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു, എന്റെ സ്റ്റാഫ് ചോദിച്ചു, എന്റെ PA ചോദിച്ചു, പൈസ കൊടുത്തു. ഞാൻ അന്ന് തന്നെ, എനിക്കൊന്ന് 50,000 രൂപ ശമ്പളം കിട്ടുന്നില്ല. ലോൺ കഴിച്ച് 25,000 കിട്ടുന്നുള്ളൂ. എന്നാൽ പോലും 25 കൂടെ ഉണ്ടാക്കിയിട്ട് 50,000 തന്നെ അടച്ചു കൊടുത്തു.